എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ജീവാതുരേവ ദ്രുമഃ എന്ന് പറയുന്ന ഭാഗം നോക്കാം. ദ്രുമഃ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ, അതായത് വൃക്ഷങ്ങൾക്കും ജീവനുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പൂർവസ്മിൻ പാഠഭാഗേ പ്രകൃതേഹ മനോഹാരിതാം അധികൃത്യ കിഞ്ചിത് ജ്ഞാനിമോ വയം. മുൻപ് പഠിച്ച പാഠഭാഗത്തിൽ നമ്മൾ പ്രകൃതിയുടെ മനോഹാരിത, സൗന്ദര്യത്തെ കുറിച്ച് പഠിച്ചു. തസ്യ സംരക്ഷണായ സസ്യാനാം സംരക്ഷണമേവ പ്രഥമം കാരണീയം. അതായത് ഇവയുടെ സംരക്ഷണത്തിന്, ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിന് ഒന്നാമത്തെ കാര്യം എന്താണ് ചെയ്യേണ്ടത്? അതായത് വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പ്രകൃതിയുടെ സംരക്ഷണത്തിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. യത്ര യത്ര സസ്യാനാം നാശനം ദൃശ്യത്തെ തത്ര തത്ര അസ്മാഭിഃ തന്നിവാരണീയം. എവിടെ എവിടെയാണോ സസ്യങ്ങളുടെ നാശം നമ്മൾ കാണുന്നത്, സസ്യങ്ങൾ നശിക്കുന്നത് നമ്മൾ ദൃശ്യത്തെ കാണുന്നത്, തത്ര തത്ര അസ്മാഭിഃ തന്നിവാരണീയം. അതായത് അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇല്ലാതാക്കണം. അതായത് സസ്യങ്ങളുടെ നാശം സംഭവിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. സസ്യാനി അസ്മാകം പ്രാണാൻ പരിപാലയന്തി. സസ്യങ്ങൾ നമ്മളുടെ ജീവൻ സംരക്ഷിക്കുന്നവയാണ്. പിന്നോ അതഃ തേഷാം സസ്യാനാം ജീവന സംരക്ഷണം അസ്മാകമപി കർത്തവ്യമേവ. അതായത് സസ്യങ്ങൾ നമ്മളുടെ ജീവനെ പരിപാലിക്കുമ്പോൾ അങ്ങനെയുള്ള സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കർത്തവ്യമാണ്. ഇനി ആമുഖം നോക്കാം. ആമുഖം: പ്രകൃതേഹ അഭിന്നാഹ ഭാഗാഹ സന്തി വനസ്പതയഃ. പ്രകൃതിയുടെ അഭിന്നാഹ, മാറ്റി നിർത്താൻ പറ്റാത്ത ഭാഗമാണ് എന്ത്? വനസ്പതി, അതായത് മരങ്ങൾ. വനസ്പതീനാം സർവേ ഭാഗാഹ സർവേഷാം പ്രാണീനാം കൃതേ സർവദാ ഉപയോഗപ്രദാഹ ഭവന്തി. അതായത് വൃക്ഷങ്ങളുടെ, ഈ വനസ്പതി അതായത് വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ജീവജാലങ്ങൾക്കും ഉപയോഗപ്പെടുന്നതാണ്. തഥാപി അന്യപശവഃ ഇവ തേ ന ചലന്തി കോലാഹലം ച ന കുർവന്തി. പിന്നെയോ ഈ വൃക്ഷങ്ങൾ മറ്റ് ജീവജാലങ്ങളെ പോലെ എന്ത് ചെയ്യുന്നില്ല? ചലിക്കുന്നില്ല. അതുപോലെ തന്നെ കോലാഹലം ന കുർവന്തി, അതായത് ശബ്ദമൊന്നും ഉണ്ടാക്കുകയും ചെയ്യുന്നില്ല. അതഃ സസ്യാനാം പ്രാണാഃ തഥാ തേഷാം സംവേദനക്ഷമത ച ന സന്തി ഇതി ഭ്രാത്യാ മന്യാമഹേ വയം. അതുകൊണ്ട് ഈ വൃക്ഷങ്ങൾ ചലിക്കുന്നില്ല എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിചാരിക്കുന്നു ഈ വൃക്ഷങ്ങൾക്ക് ജീവനില്ല, വൃക്ഷങ്ങൾക്ക് സംവേദനക്ഷമതയില്ല എന്നൊക്കെ നമ്മൾ തെറ്റായി വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. തസ്മിൻ വിഷയെ ഏകം ലഘുകഥാം അത്ര ജ്ഞാസ്യാമഃ. ഈ വിഷയത്തിൽ ഒരു ചെറിയ കഥയാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും കഥയിലേക്ക് കടക്കാം. ഉപരി വനാഖ്യേ ഗ്രാമേ കേചൻ ബാലകാഃ ഖേലന്തി സ്മ. ഉപരിവനം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കുറച്ച് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഖേലന്തി എന്ന് വെച്ചാൽ കളിക്കുക, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ത്വേഷ്വേകോ ബാലകാഃ സമീപസ്ഥിതസ്യ കസ്യചൻ വൃക്ഷകസ്യ ശാഖാം ചിത്വാ യഷ്ടിമകരോത്. അപ്പോൾ അതിലെ ഒരു കുട്ടി സമീപത്ത് സ്ഥിതി ചെയ്ത ഒരു വൃക്ഷത്തിലെ ഒരു ശാഖ എന്താണ്? കമ്പ്, അതിൻ്റെ ഒരു ബ്രാഞ്ച്, അത് ഒടിച്ചിട്ട് എന്താക്കി? ഒരു യഷ്ടിമാക്കി മാറ്റി. യഷ്ടിം എന്താണ്? ഒരു വടി പോലെ ആക്കി മാറ്റി, സ്റ്റിക്ക് അതാക്കി മാറ്റി. തത് ദൃഷ്ട്വാ ഇതരേ ബാലകാഃ അപി തസ്യ ബാലവൃക്ഷസ്യ ശാഖാപത്രാണി ഭ്രഞ്ചയിതും ആരംഭത്. തത് ദൃഷ്ട്വാ, അതായത് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട്, ഇതരേ ബാലകാഃ മറ്റുള്ള കുട്ടികളും ഇതുപോലെ തന്നെ ആ ബാലവൃക്ഷമാണ്, അതൊരു കുഞ്ഞ് മരമാണ്, അപ്പോൾ അതിൻ്റെ ശാഖകളും പത്രങ്ങളും, അതായത് ശാഖ എന്ന് വെച്ചാൽ കമ്പും അതിൻ്റെ ശിഖരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളുമൊക്കെ എന്ത് ചെയ്തു? ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് തുടങ്ങി. ബാലകാനാം ക്രീഡാമിമം സമീക്ഷ്യ നികടസ്ഥാത് ഭവനാദാഗത്യ കാചിൻ മഹിള ഏവമവദത്. അതായത് ഇവർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, അതായത് അവിടെ അടുത്ത് വീടുള്ള ഒരു സ്ത്രീ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അവദത് പറഞ്ഞു. ഭോ ബാലകാഃ ഏവം മാ കുർവന്തു. അല്ലയോ കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ബാലവൃക്ഷസ്യ ശാഖാം ന ഭ്രഞ്ചയിതു. ബാലവൃക്ഷത്തിൻ്റെ
ശിഖരങ്ങൾ നിങ്ങൾ ഒടിക്കരുത്. ഭ്രഞ്ചയിതും ഒടിക്കുക. ന ഭ്രഞ്ചയിതും നിങ്ങൾ അങ്ങനെ ഒടിക്കരുത്. തസ്യാഹ വചനം ശ്രുത്വാ തേഷു അന്യതമ അപൃച്ഛത്. അവരുടെ വാക്ക് കേട്ടിട്ട് അതിൽ ഒരാൾ പറഞ്ഞു, വൃക്ഷസ്യ ശാഖാഭംഗേന തസ്യ വേദന ഭവതി വാ ദുഃഖാന്യാനുഭോക്തും വൃക്ഷസ്യ പ്രാണാഃ സന്തി വാ ബാലകസ്യ നീരസോപേതമപി സ ആകാംക്ഷാം വാക്യമിദം നിശമ്യ സ നാരി പുനരപ്യഭാഷയൻ. കുട്ടി ചോദിക്കുകയാണ്, വൃക്ഷത്തിൻ്റെ ശാഖയൊടിച്ചാൽ അതിന് വേദനിക്കുവോ, അതിന് ദുഃഖമുണ്ടാകുമോ, വൃക്ഷത്തിന് ജീവനുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്തു, കുട്ടി ചോദിച്ചു. ആ കുട്ടിയുടെ നീരസവും അതുപോലെ തന്നെ ആകാംക്ഷയും ഒക്കെ നിറഞ്ഞ ആ ഒരു ചോദ്യത്തിന് ആ സ്ത്രീ വീണ്ടും ഉത്തരം പറഞ്ഞു. ആം ബാലകാഹ, അതേ കുട്ടികളെ, വൃക്ഷാണാമപി ജീവനമസ്തി, വൃക്ഷങ്ങൾക്കും ജീവനുണ്ട്. വയമപി തേ അപി ശ്വസന്തി പിബന്തി ച, അതായത് നമ്മളെ പോലെ തന്നെ വൃക്ഷങ്ങളും ശ്വസിക്കുകയും അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. യതി ഭവതാം സംശയച്ചേത് അധ്യാപകം പൃച്ഛതു ഇതി. ഇനി ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനോട്, നിങ്ങളുടെ അധ്യാപകനോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. പരേന്ത്യുഹു തേഷകഃ അധ്യാപകമുപഗമ്യ സസ്യാനി പ്രാണാൻ ധരന്തി വാ ഇതി ശങ്കാം പ്രകടയത്. അതായത് അതിലൊരു കുട്ടി എന്ത് ചെയ്തു, പിറ്റേ ദിവസം അധ്യാപകനെ കണ്ടിട്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചു. തസ്യ ജിജ്ഞാസാം വിജ്ഞായ കിഞ്ചിത് ദ്വിഹസ്യ അധ്യാപകോ അബ്രവിത്. അതായത് അവൻ്റെ ഈ ജിജ്ഞാസ കണ്ടിട്ട്, ഇതറിയാനുള്ള അവൻ്റെ ഈ ജിജ്ഞാസ കണ്ടിട്ട് അധ്യാപകനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഭവതാ യത് പൃഷ്ടം തദധികൃത്യ മഹാഭാരതസ്യ ശാന്തിപർവാണി കശ്ചിത് പ്രസംഗോ അസ്തി ഭൃഗുഭരദ്വാജ സംവാദരൂപേണ. അതായത് നീ ഇപ്പോൾ ഈ ചോദിച്ചതിനെ പറ്റിയിട്ട് നമ്മുടെ മഹാഭാരതത്തിൽ ശാന്തി പർവത്തിൽ ഒരു പ്രസംഗോ അസ്മി, ഒരു സംവാദം ഉണ്ട്. ആരൊക്കെ തമ്മിലുള്ള സംവാദം? ഭൃഗുവും അതുപോലെ തന്നെ ഭരദ്വാജനും ഇവർ തമ്മിലുള്ള ഒരു സംവാദമുണ്ട്. തത്ര സസ്യാനി പ്രാണാൻ ധരന്തി വാ ഇതി ഭരദ്വജോ അഭി പൃച്ഛതി. സസ്യങ്ങളിൽ പ്രാണൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഭരദ്വജൻ ചോദിക്കുന്നു. വൃക്ഷാഃ രോഗപീഡിതാഃ ഭവന്തി ചികിത്സായ തേഷാം രോഗവിമുക്തരപി ഭവതി സൂര്യതാപേന തേ സങ്കുചന്തി. അതായത് വൃക്ഷങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവ ചികിത്സിച്ച് കഴിയുമ്പോൾ അവ ഭേദമാകുന്നു. അതുപോലെ സൂര്യൻ്റെ ചൂടേറ്റ് ഈ ഇലകൾ എന്ത് ചെയ്യുന്നു, അത് വാടുന്നു. വൃഷ്ട്യാഃ പല്ലവിതാഃ ച ഭവന്തി. അതായത് വൃഷ്ടി സമയത്ത്, അതായത് മഴ പെയ്യുമ്പോൾ, മഴ സമയത്ത് ഈ മരങ്ങളിൽ പുതിയ പുതിയ തളിരിലകൾ ഉണ്ടാകുന്നു, അതിന് പുതിയ മുകുളങ്ങളൊക്കെ ഉണ്ടാകുന്നു. ചിന്ത്യതേ ചേത് തസ്മാത് സ്രവാഹ ക്ഷരന്തി. അതായത് വൃക്ഷങ്ങൾ മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു സ്രവം വരുന്നു, ഒരു തരത്തിലുള്ള ദ്രാവകം അതിൽ നിന്ന് വരുന്നു. അതുപോലെ തന്നെ ലതാഹ വൃക്ഷാൻ ഉപഗമ്യാതാൻ പരിവേഷ്ട്യന്തേ. അതായത് ഈ വൃക്ഷങ്ങളിൽ ഈ ലത എന്ന് വെച്ചാൽ വള്ളികളാണ്. അപ്പോൾ ഈ വൃക്ഷങ്ങളിൽ വള്ളികൾ ഇങ്ങനെ ചുറ്റി ഇരിക്കുന്നു. യത്ര സൂര്യാംശാവഹ തസ്യാം ദിശി തേ ഉന്മുഖ തിഷ്ഠന്തി. അതായത് ഈ വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തേക്ക് അഭിമുഖമായി നിൽക്കുന്നു. പിന്നോ തേ പാദേഹി ജലം പിബന്തി ഇത്യാദഃ പാദപാഹ ഇതി കഥ്യതേ. അതുപോലെ തന്നെ ഇവ പാദങ്ങൾ കൊണ്ട്, കാലുകൾ കൊണ്ട് ജലത്തെ കുടിക്കുന്നു. അതായത് വൃക്ഷത്തിൻ്റെ പാദം എന്താണ്? വൃക്ഷത്തിൻ്റെ പാദം അതിൻ്റെ വേരാണ്. അപ്പോൾ വേരിൽ നിന്നല്ലേ ഈ വൃക്ഷങ്ങൾ ജലത്തെ വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഈ പാദത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഇതിനെ പാദപാഹ എന്നാണ് വിളിക്കുന്നത്. ഇത് വിവിധൈഹി ലൗകിക ദൃഷ്ടാന്തൈഹി ഭൃഗുഃ സസ്യാനി ആസും ദദതേ ഇതി വിശദീകരോതി. അതായത് വിവിധ തരത്തിലുള്ള ഉദാഹരണത്തിലൂടെ ഭൃഗുഃ പറഞ്ഞു, സസ്യങ്ങൾ നട്ടുവളർത്തിയതാണ്, നട്ടുപിടിപ്പിച്ചതാണ് എന്ന് ഭൃഗുഃ വിശദീകരിച്ചു. ആധുനികേ അഭികാലേ ജഗദീഷ് ചന്ദ്ര ബോസ് ഇതി പ്രഖ്യാതോ ഭാരതീയ സസ്യശാസ്ത്രജ്ഞഃ സസ്യാനി പ്രാണാൻ ധരന്തി ഇതി ബഹുവിധൈഃ പ്രമാണൈഃ സമർത്ഥയതി സ്മ.
ആധുനിക കാലത്തെ സസ്യശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വിവിധ തരത്തിലുള്ള പ്രമാണങ്ങളിലൂടെ സസ്യങ്ങൾക്ക് ജീവൻ നിലനിൽക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതഃ വത്സ സർവേഷാമപി ജന്തൂനാം സസ്യാനാം രക്ഷണം പോഷണം ച സർവദാ കരണീയം ഭവതി. അതഃ വത്സ, അല്ലയോ കുട്ടി, എന്ത് ചെയ്യുക? സർവേഷാമപി ജന്തൂനാം സസ്യാൻ, അതായത് എല്ലാ ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. നീ അത് ചെയ്യണമെന്ന് ആര് പറഞ്ഞു? കുട്ടിയോട് അധ്യാപകൻ പറഞ്ഞു. അപൂർണേന വിജ്ഞാനേന പ്രഹഷ്ടസ്യ ബാലകസ്യ വദനം സൂര്യാംശുസ്പർശനേന രാജീവമിവ ക്ഷണേനൈവ പ്രഫുല്ലമഭവത്. അതായത് അപ്പോൾ ഇത്രയും നാൾ കിട്ടാത്ത അറിവ് കിട്ടിയപ്പോൾ കുട്ടിക്ക് നല്ല സന്തോഷമായി. കുട്ടിയുടെ മുഖം ആഹ്ലാദം കൊണ്ട് അപ്പോൾ സൂര്യരശ്മികൾ പതിച്ച കുട്ടിയുടെ മുഖം താമര പോലെ, രാജീവമിവ, താമര പോലെ തിളങ്ങിയെന്നാണ് പറയുന്നത്. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.